വന്നു. ഇന്ന് ഈ പ്രസംഗം, ഈ പ്രഭാഷണം, ഈ ആശയം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ അടുത്തേക്ക് യേശു നടന്നു വരും. ആമേൻ. യേശു നിന്റെ അടുത്തേക്ക് നടന്നു വരും. നിനക്ക് വിശ്വാസത്തിൻ്റെ ഒരു കണ്ണുണ്ടെങ്കിൽ നിന്റെ അടുത്തേക്ക് വരുന്ന ദൈവത്തെ നീ കാണും. ആമേൻ. രോഗമായി വിഷമിച്ചിരിക്കുന്ന, രോഗം കൊണ്ട് പൊറുതിമുട്ടിയ ഒരാളെ നോക്കി യേശു പറയും, നിന്റെ അടുത്തേക്ക് ഞാൻ വരും. കടബാധ്യതയിൽ കിടന്ന് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ തപ്പിത്തടയുന്ന കൂരിരുട്ടിൽ കിടന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളോട് ആ അവസ്ഥയിലേക്ക് യേശു നടന്നു വരും നിന്റെ അടുത്തേക്ക്. നിന്റെ കുടുംബ പ്രശ്നം ആര് പരിഹരിക്കും? എങ്ങനെ പരിഹരിക്കും? യേശു ആ പ്രശ്നം പരിഹരിക്കാൻ നിന്റെ അടുത്തേക്ക് വരും. യേശു നിന്റെ അടുത്തേക്ക് വരുന്നു. യേശു നിന്റെ അടുത്തേക്ക് വരുന്നു. യേശു നിന്റെ അടുത്തേക്ക് വരുന്നു. നീ പറയുന്നു എൻ്റെ ജീവിതം അവസാനിച്ചു. അല്ല, യേശു നിന്റെ അടുത്തേക്ക് വരുന്നു. ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നു. അതാണ് ഈ വചനത്തിൽ കാണുന്ന ഏറ്റവും പ്രത്യേകമായൊരു കാര്യം. 26-ാമത്തെ വാക്യം, അവൻ കടലിനു മീതെ നടന്നു വരുന്നത് കണ്ട് അവന്റെ നേരെ ഒരാൾ പോലും സഹായിക്കാൻ ഇല്ലാത്തൊരു സ്ഥലത്ത് അവരെ സഹായിക്കാൻ ദൈവം നേരിട്ടിറങ്ങി വന്നു. എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിക്കുന്നവരെ അറിഞ്ഞു സഹായിക്കും. ആമേൻ. അറിഞ്ഞു സഹായിക്കും. നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ വചനം എനിക്ക് മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചതിനെ ഓർത്ത് സന്തോഷമുണ്ട്. കാരണം ഈ ഒറ്റപ്പെട്ട തുരുത്തികളിൽ ഇരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റും. യേശു നിന്റെ അടുത്തേക്ക് നടന്നു വരും. ഈ നടന്നു വരുന്നത് കണ്ടിട്ട് പത്രോസ് പറഞ്ഞു, ഇതാ പിശാച് വരുന്നു, ഇതാ ഭൂതം വരുന്നു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഭൂതത്തിന് എൻ്റേതുപോലെ കയ്യും കാലും മുഖവും ഒന്നും ഇല്ലല്ലോ, എന്നെപ്പോലെ ശരീരമില്ലല്ലോ, ഇത് ഞാനാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പത്രോസ്ലീഹ പറഞ്ഞു, അങ്ങാണെങ്കിൽ എന്നോട് പറ, ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു വരട്ടെ, ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ. ഇനി ഏറ്റവും പ്രസക്തമായൊരു വാക്യമാണ് 31-ാമത്തെ വാക്യം. അത് വായിച്ച് കേൾക്കേണ്ട മാത്രം വാക്യമല്ല, അത് കാണേണ്ട ഒരു വാക്യമാണ്. 31-ാമത്തെ വാക്യം, ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. യേശു കൈ ഇങ്ങനെ നീട്ടി അവനെ ചേർത്തു പിടിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നിങ്ങൾക്കിത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചിലർ അനുഭവിച്ച ഭാഗമാണ്. ആത്മഹത്യക്ക് ഒരുങ്ങി കയറെടുത്ത് കഴുത്തേലിടാൻ വരെ ഒരുങ്ങിയവർ വരെ അവരോട് പറഞ്ഞു, ഈ സുവിശേഷം, ഇതാ നിന്റെ നേരെ ഒരു ദൈവം വരുന്നു, നിന്റെ നേരെ വരുന്നവൻ നിന്നെ ചേർത്ത് പിടിക്കുന്നു, അവൻ ആ കയറ് തട്ടി മാറ്റും, അവൻ ആ മരണമെന്ന കാഴ്ചപ്പാട് മാറ്റും, ജീവിക്കാനുള്ള കൊതിയോടെ മുന്നോട്ട് നീങ്ങും. യേശു അവനെ ചേർത്ത് പിടിച്ചു. ഇവിടെ ഇരിക്കുന്ന നിന്നോട്, നിന്റെ കുടുംബത്തോട് ഇത് വചനം പറയുകയാണ്, യേശു കൈ നീട്ടി നിന്നെ പിടിക്കും. യേശു കൈ നീട്ടി നിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കും. യേശു കൈ നീട്ടി നിന്റെ തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങിയ ജീവിതത്തെ ചേർത്ത് പിടിക്കും. ആരെയാ ചേർത്ത് പിടിച്ചെന്നറിയാമോ? മുങ്ങിത്താഴാൻ തുടങ്ങിയ പത്രോസിനെ. അതിൻ്റെ മുകളിൽ ഒരു വാക്യമുണ്ട്, 30-ാമത്തെ വാക്യം, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയപ്പെട്ടു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട്. നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഭയപ്പെട്ടത്? ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അസ്വസ്ഥതകളെ കണ്ട് ഭയപ്പെട്ടവരായിരിക്കും നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ കണ്ട്, അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, അവരുടെ ജീവിത രീതി, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ദൈവത്തോട് ബന്ധമില്ല, ഇതെല്ലാം കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെട്ടവരാണോ? ഇതാ ദൈവം കൈ നീട്ടി നിന്നെ ചേർത്ത് പിടിക്കുന്നു. എന്ത് കണ്ടാണോ ഭയപ്പെട്ടത്, അവിടെ മുങ്ങിത്താണ് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. യേശു കൈ നീട്ടി അവനെ ചേർത്ത് പിടിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണുകളെ ഒന്ന് അടച്ച് നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു ബലമുള്ള കൈ ഒന്ന് കാണാമോ? യേശു നിന്റെ നേരെ ഇങ്ങനെ കൈ നീട്ടി നിന്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നത്.
നീ ഒരു വലിയ കേസിലും വലിയൊരു പ്രതിസന്ധിയിലും എല്ലാവരും ശത്രുക്കൾ ആരും ഒന്നും മൈൻഡ് ചെയ്യാൻ പോലും ആരുമില്ല, ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. ആകെ ജീവിതം എവിടെയൊക്കെയോ മുങ്ങിത്താഴുന്നത് പോലെ ഇതാ യേശു നിന്റെ നേരെ കൈ നീട്ടി ചേർത്ത് പിടിക്കുന്നു. യേശു നിന്നെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ മക്കളുടെ ഭാവിയെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ കുടുംബ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ പ്രാർത്ഥനാ നിയോഗത്തെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ ആരോഗ്യത്തെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ കടബാധ്യതയെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ അസ്വസ്ഥതകളെ, ടെൻഷനെ, നിരാശയുള്ള നിന്റെ മനസ്സിനെ ചേർത്ത് പിടിക്കുന്നു. ചേർത്ത് പിടിക്കുന്നു. ചേർത്ത് പിടിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ഒന്ന് മനസ്സിൽ കാണുക, നിന്റെ നേരെ നടന്നു വരുന്ന ഒരു യേശു. നിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന, എവിടെയാ പ്രശ്നം, പ്രതിസന്ധി, കൊടുങ്കാറ്റ്, വഴക്ക്, സമാധാനമില്ല, ആകെ കൂരാക്കൂരിരുട്ട്, മുങ്ങിത്താഴുന്നത് പോലെ, തകർന്നടിയുന്നത് പോലെ, ഇതൊന്നും സംഭവിക്കത്തില്ലെന്നേ. ഒരു ദൈവം, ഞാനും നിങ്ങളെ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു നിന്റെ തകർന്ന സാഹചര്യത്തിലേക്ക്, നിന്റെ വെല്ലുവിളിയിലേക്ക്, നിന്റെ പ്രയാസത്തിലേക്ക്, നഷ്ടത്തിലേക്ക്, കടബാധ്യതയിലേക്ക്, വെല്ലുവിളിയുള്ള സാഹചര്യത്തിലേക്ക്, ഒറ്റപ്പെട്ട തുരുത്തിലേക്ക്, ഒറ്റപ്പെട്ട കൂരിരുട്ടിലേക്ക് നടന്നു വരുന്നു. അതിനുശേഷം എന്തിന് നടന്നു വന്നു? നിന്നെ ചേർത്ത് പിടിക്കാൻ. നിന്നെ ചേർത്ത് പിടിക്കാൻ. ദൈവം ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും. നിന്റെ മനസ്സിനകത്തെ നിരാശ മാറും. നിന്റെ കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ മാറും. ഇരുട്ട് മാറും. ബന്ധനങ്ങൾ അഴിയും. അത്ഭുത രോഗശാന്തികൾ സംഭവിക്കും. ദൈവകൃപയുടെ അഭിഷേകം പകരപ്പെടും. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിശ്വാസത്തിൽ അതിനെ കൈക്കൊണ്ടുകൊണ്ട്, എവിടെ വചനം വിശ്വാസത്തിൽ സ്വീകരിക്കുന്നുവോ അവിടെ അത്ഭുതമുണ്ട്. എവിടെ വചനം വിശ്വാസത്തിൽ സ്വീകരിക്കുന്നുവോ അവിടെ വിടുതലുകൾ സംഭവിക്കും. ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇങ്ങനെ ഒരു പ്രസംഗമായി പറഞ്ഞു പോകാതെ ആ വചനത്തിൻ്റെ നന്മകൾ നമ്മൾ സ്വീകരിക്കുമ്പം നമ്മളും അതോടൊപ്പം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഒപ്പം നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അത് തീർച്ചയാണ്, അത് സത്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു വചനം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഞാൻ ആ വചനം വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയും ഭയവും തോന്നി. ആ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. ഇത്രയും നേരം കേട്ടത് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കരുതൽ, ഇടപെടലൊക്കെയാണ്. ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 22-ാമത്തെ വാക്യം ഞാനത് വായിക്കാം. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ഒന്നും കൂടെ വായിക്കാം. നമ്മൾ ചിലപ്പോൾ ഒത്തിരി പേരെ നമ്മൾ നിന്ദിക്കാറുണ്ട്, കാര്യം അറിയാതെ, കാരണമറിയാതെ. അയൽവാസികളെയും കൂടെയുള്ളവരെയും മരുമക്കളെയും മകൻ കല്യാണം കഴിച്ച കൊണ്ടുവന്ന ഭാര്യയെയും മകൻ്റെ ഭാര്യയെയും മാതാപിതാക്കളെയും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ നിന്ദിക്കും. നിന്ദിക്കരുത്. ബൈബിൾ പറയുന്നു 28-ാം അധ്യായം 22-ാമത്തെ വാക്യം, നിങ്ങൾ നിന്ദിക്കരുത് ആരെയും. നിന്ദിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ അഴിയില്ല. നിന്റെ ബന്ധനങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഉറയ്ക്കും. ബന്ധനങ്ങൾ കഠിനമായി പോകും. എന്താണ്, പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ക്ലാവ് കണ്ടിട്ടില്ലേ? അതൊന്ന് ഉരച്ചാൽ പോലും എന്തൊക്കെ ചെയ്താലും അത് പോകത്തില്ല. കുറച്ച് പാട് വീഴുമെന്നല്ലാണ്ട് ആ പാത്രത്തിൻ്റെ ക്ലാവ് പിടിച്ചത് പോകുന്നില്ല. ഇതുപോലെ പറയുന്നു,
നീ ആരെയും നിന്ദിക്കരുത്, ഞാൻ ആരെയും നിന്ദിക്കരുത്, ആരെയും കൊച്ചാക്കരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും കളിയാക്കരുത്, ആരെക്കുറിച്ചും ഇല്ലാവചനം പറയരുത്, ആരെക്കുറിച്ചും കേട്ടതും കേൾക്കാത്തതും വിളിച്ചു പറഞ്ഞ് നടക്കരുത്. അങ്ങനെ ചെയ്താൽ ദോഷം എനിക്കല്ല, ദോഷം നിനക്കാണ്. നീ അങ്ങനെ ചെയ്താൽ നിന്റെ ബന്ധനങ്ങൾ പാത്രത്തിലെ ക്ലാവ് പോലെ കുറച്ചുകൂടെ കട്ടി കൂടും. നിന്ദിച്ചാൽ നിന്റെ ബന്ധനം കഠിനമാകും. അത് അഴിയാൻ പാടാണ്. അതുകൊണ്ട് നമ്മളിവിടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സഹോദരനെ പോഷ എന്ന് പോലും വിളിക്കരുത്, അവനെ വിവരമില്ലാത്തവനെന്ന് പറയരുത്, അവനെ വേദനിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞ് അത് നിനക്ക് ദോഷമാണ്. നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. നമ്മുടെ വീട്ടിലെ ഭക്ഷണമുറികൾ, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ എത്രയോ പേരെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി ചുമ്മാ ഇരുന്ന് പരിഹസിക്കുക. നീണ്ട 1 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഭക്ഷണമേശയിലെ ഈ പരിഹാസം. ആ 1 മണിക്കൂർ പ്രാർത്ഥിച്ചത് 10 മിനിറ്റത്തെ പരിഹാസം കൊണ്ട്, അതായത് പ്രാർത്ഥിച്ച് നേടിയത് പരിഹസിച്ച് കളയരുത്. ഭക്ഷണം 1 മണിക്കൂർ ദൈവത്തെ കൈ വിരിച്ചു പിടിച്ച് ഒച്ചത്തിൽ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു, പാട്ടുപാടി, വചനവും വായിച്ച് സ്തുതി കൊടുത്ത് ഭക്ഷണമേശയിലേക്ക് വരുമ്പോൾ ഇതാ അവിടെയുള്ള കുറേ കാര്യങ്ങൾ, ആ മനുഷ്യൻ അങ്ങനെയാണ്, ആ പള്ളി അങ്ങനെയാണ്, ആ വൈദികൻ അങ്ങനെയാണ്, ആ ശുശ്രൂഷകൻ അങ്ങനെയാണ്, എല്ലാവരെയും അടച്ച് പരിഹസിച്ച് ഭക്ഷണം കഴിക്കും. നമ്മൾ അറിയുന്നില്ല. വചനം പറയുന്നു, പരിഹസിച്ചാൽ, നിന്ദിച്ചാൽ ദോഷം നിനക്കാണ്, നിന്റെ കുടുംബത്തിനാണ്. നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. നീ ആഗ്രഹിച്ച സമയത്ത് നിനക്ക് മുമ്പിലുള്ള പല വാതിലുകളും തുറക്കാൻ പറ്റാതെ വരും. നീ രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് കാലെടുത്ത് വയ്ക്കുമ്പോൾ ചവിട്ടിയിട്ട് തുറക്കുന്നില്ല, തള്ളിയിട്ട് തുറക്കുന്നില്ല, അടഞ്ഞു കിടക്കുന്നു. പരിഹസിക്കരുത്. ഒരാൾക്ക് വീടില്ല, ഒരാൾക്ക് സൗന്ദര്യമില്ല, ഒരാൾക്ക് ഭംഗിയില്ല, അതിൻ്റെ പേരിൽ അവരെ പരിഹസിക്കരുത്. നിനക്ക് ദോഷമാണ്. എൻ്റെ അയൽവാസിയെ പരിഹസിക്കരുത്, അത് നിനക്ക് ദോഷമാണ്. അത് നിന്റെ ബന്ധനങ്ങളെ കഠിനമാക്കും. നമ്മുടെ പലരുടെയും ബന്ധനങ്ങൾ കഠിനമാകാൻ ഇങ്ങനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചു, ഉപവാസമെടുത്തു, എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല. നമ്മളിന്ന് പരിശോധിക്കണം. ദൈവമേ, ഞാൻ എൻ്റെ നാവുകൊണ്ട്, എൻ്റെ നാക്കുകൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട് ഞാൻ പലരെയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവർക്കല്ല പ്രശ്നം, പരിഹസിച്ച എനിക്കും എൻ്റെ വീടിനും അത് ദോഷമാണ്. വിശുദ്ധ ഗ്രന്ഥം യെശയ്യാ 28:22. അതിനാൽ നിന്ദിക്കരുത്, പരിഹസിക്കരുത്, കളിയാക്കരുത്. നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും, അതഴിയാൻ പാടാ. അതുകൊണ്ടാ പറഞ്ഞത്, കൈകൊണ്ട് കെട്ടുന്നതാണോ നാവുകൊണ്ട് കെട്ടുന്നതിനാണോ ഉറപ്പ് കൂടുതൽ? നാവുകൊണ്ട് കെട്ടാൻ പറ്റില്ല, പക്ഷെ അനുഗ്രഹത്തിൻ്റെ വഴികളെ കെട്ടി അടയ്ക്കാൻ പറ്റും. നമുക്കൊരു കയറ് കൊണ്ട്, കാലുകൊണ്ടൊക്കെ കെട്ടാൻ പറ്റും, കൈ കൊണ്ട് കെട്ടാൻ പറ്റും. നല്ല ഈ ലോഡിങ്ങുകാരൊക്കെ പറയും ബോംബെ കെട്ടെന്ന് പറയുന്നൊരു കെട്ടുണ്ട്. അതൊന്നും പെട്ടെന്ന് വലിച്ചാൽ അഴിയത്തില്ല. അതൊക്കെ വലിയ തടി ലോറിയൊക്കെ കെട്ടി ഉറപ്പിക്കുക. ലോറിയിലൊക്കെ തടി വെച്ച് കെട്ടുന്നത് അത് ഉറപ്പുള്ള കെട്ട. അങ്ങനെ ലോറി സൈഡിലേക്ക് ചെരിഞ്ഞൊക്കെ ചെയ്താൽ തടി പോകത്തില്ല. അതൊക്കെ ഉറപ്പുള്ള കെട്ട. ഇതിനേക്കാൾ വലിയ കെട്ടാണ് നാവുകൊണ്ട് കെട്ടുന്ന കെട്ട്. നാവുകൊണ്ടാ, കൈ കൊണ്ടല്ല പരിഹസിക്കുന്നത്, നാവുകൊണ്ടാ. അതുകൊണ്ടാ പറഞ്ഞത്, കൈകൊണ്ട് കെട്ടുന്നേക്കാൾ ഉറപ്പാണ് നാവുകൊണ്ട് കെട്ടുന്ന കുറേ കെട്ടുകൾക്ക്. നാവുകൊണ്ട് കെട്ടുക. നമ്മൾ ഇരിക്കുമ്പം 10 പേര് കൂടി നിൽക്കുമ്പം അവിടെ ഒരാളുടെ കുറവ് പറഞ്ഞ് നമ്മൾ പരിഹസിക്കുമ്പോൾ അയാൾക്കൊരു ദോഷവും വരുന്നില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും ബൈബിൾ പറയുന്നതനുസരിച്ച് അതൊരു കെട്ടാണ്. നമ്മളറിയാതെ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ശുശ്രൂഷയുടെ മേൽ വന്നു നിൽക്കുന്ന കെട്ട്. നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. നീ രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുമ്പോൾ ആ വാതിൽ നിനക്കായി തുറക്കത്തില്ല. നിന്ദിക്കരുത്, പരിഹസിക്കരുത്. സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഈ വചനം ഒന്നെടുത്ത് വായിക്കണം. ഈ വചനം വായിക്കണം. ആരെയും പരിഹസിക്കരുത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം, ബൈബിൾ പല ഭാഗത്തും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
വളരെ യാദൃശ്ചികമായിട്ടേ നമ്മുടെ കണ്ണിൽ പെടുകയുള്ളൂ. ഞാൻ ഈ ബൈബിളിൽ അത് വരച്ചു വച്ചു, നീലമഷി പേന കൊണ്ട് വരച്ചു വച്ചു. നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിക്കരുത്, നിന്ദിക്കരുത്. ഒരാൾക്ക് പൊക്കം കുറവ്, ഒരാൾക്ക് സൗന്ദര്യം കുറവ്. എൻ്റെ കൊച്ചുങ്ങളുടെ വിവാഹമൊക്കെ 25 വയസ്സിനുള്ളിൽ നടന്നങ്ങ് പോയി. ഇത് കണ്ടോ, അപ്പുറത്തെ വീട്ടുകാരായ കൊച്ചുങ്ങളുടെ കല്യാണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളത് പരിഹസിച്ച് ചിരിക്കരുത്. ഒന്നിനെക്കുറിച്ചും ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഓരോന്നാണ്. പ്രാർത്ഥിക്കുന്ന നമ്മൾ ആരെയും പരിഹസിക്കരുത്. ഞാൻ ഈ വചനം വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ പരിഹാസം ഒരു അപകടമാണ്. അതിനാധാരമായി ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതാണ് ഏലിയായും ഏലീഷായുടെയും ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഭാഗമുണ്ട്. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, ഏലിയ സ്വർഗത്തിലേക്ക് എന്നൊരു ഭാഗമാണ്. പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നുവെന്ന ദൈവകൃപയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ നാവ് കൊണ്ട് കെട്ടുന്ന കെട്ടിന് ഇത്രയും ശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. നാവ് കൊണ്ട് എത്രയോ കെട്ടി ഇതിനോടകം കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിലോ ഒരു വലിയ കൊട്ട നിറച്ച് പ്രാർത്ഥനയും ഫലം കാണില്ല. പ്രാർത്ഥന മണിക്കൂറുകളോളം പ്രാർത്ഥന, നാക്കുകൊണ്ട് ആ പ്രാർത്ഥിച്ചതെല്ലാം കളയും. നാവ് തീയാണ്. കൈകൊണ്ട് കെട്ടുന്നേക്കാൾ ഉറപ്പാണ് നാവ് കൊണ്ട് കെട്ടുന്ന കെട്ടിന്. അതാണ് പലരുടെയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് നന്മകളുടെ വാതിൽ തുറന്നു കിട്ടാത്തത്. പരിഹസിക്കരുത്. 2-ാം അധ്യായം ഏലിയായെക്കുറിച്ചാണ്. ഏലിയായുടെ കൂടെയുള്ള ഒരു വ്യക്തിത്വമാണ് ഏലീഷ. അങ്ങനെ ഏലിയ ഏലീഷായോട് കൂടെ പോകുമ്പോൾ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സമയമായപ്പോൾ ഏലിയ ഏലീഷായോട് ചോദിച്ചു, നിനക്കെന്നാ വേണം എന്ന് ചോദിച്ചു. അപ്പോൾ ഏലിയ പറഞ്ഞു, നിനക്കുള്ളതിൻ്റെ ഇരട്ടി അഭിഷേകം എനിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ അഭിഷേകം സ്വീകരിച്ചു. അതാണ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം. എല്ലാം ആ വാക്യങ്ങളെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. അങ്ങനെ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഏലിയായുടെ വസ്ത്രം ആരുടെ മേൽ വന്നു വീണു? ഏലീഷയുടെ മേൽ വന്നു വീണത് ഏലിയ ഉപയോഗിച്ച വസ്ത്രമാണ്. വെറും ഒരു വസ്ത്രം വന്നു വീണു. ഏലിയായിൽ നിന്ന് കിട്ടിയ ആ വസ്ത്രം ഏലീഷ എടുത്ത് വെള്ളത്തിൽ ഒറ്റ അടി അടിച്ചു. വെറും ഒരു വടി കൊണ്ടല്ല, ഏലിയ ഇട്ട വസ്ത്രം എടുത്ത് ഒറ്റ അടി അടിച്ചപ്പം ആ വെള്ളം 2ആയി മാറിപ്പോയി. അപ്പോ ആളുകൾ പറഞ്ഞു, ഇത് കണ്ടുകൊണ്ട് നിന്നവർ പറഞ്ഞു, ഏലിയായുടെ അഭിഷേകം ഇതാ, ഏലിയായുടെ അഭിഷേകം ഇതാ ഏലീഷയിലേക്ക് പകരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ അവനെ താണു വണങ്ങി. കുറച്ചു കഴിഞ്ഞപ്പം സംഭവം കേട്ടോ, 19-ാമത്തെ വാക്യം. കുറച്ച് നഗരത്തിലെ കുറച്ച് ആളുകൾ, നഗരവാസികൾ ഏലീഷായോട്, ഏലിയായിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ച് ഏലീഷായോട് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ ജീവിക്കുന്ന ഈ നഗരം ജീവിക്കാൻ പറ്റിയതാണ്, നല്ല സ്ഥലമാണ്. പക്ഷെ വെള്ളം കൊള്ളില്ല, വെള്ളം കുടിക്കാൻ കൊള്ളുന്നതല്ല. വെള്ളം മലിനവും നാട് മണ്ണ് ഫലശൂന്യവുമാണ്. ആരോട് പറഞ്ഞു? ഏലിയായിൽ നിന്ന് അഭിഷേകം കിട്ടിയ ഏലീഷായോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് ഒരു അഭിഷിക്തനാണല്ലോ, അങ്ങ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരാളല്ലേ, ഈ നാട് കൊള്ളില്ല, ജീവിക്കാൻ കൊള്ളും പക്ഷെ വെള്ളം കുടിക്കാൻ കൊള്ളില്ല, നാട് ഫലഭൂഷ്ടമല്ല. ഉടനെ ഏലീഷ പറഞ്ഞു, കുറച്ച് ഉപ്പിങ് കൊണ്ടുവാ. ഞാൻ ആ വാക്യം വായിക്കാം, ഈ 19-ാമത്തെ വാക്യം. നഗരവാസികൾ ഏലീഷായോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. അപ്പോൾ ഏലീഷ പറഞ്ഞു, ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ കുറച്ച് ഉപ്പിടുവിൻ എന്നവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ
ഫലശൂന്യതയ്ക്കോ കാരണമാകില്ല. ആ ദേശത്ത് തന്നെ ഒരല്പം ഉപ്പ് കൊണ്ടൊരു വലിയ വിടുതൽ നടന്നു. ആ നാട് അനുഗ്രഹം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി മാറി. വെള്ളം കുടിക്കാൻ പറ്റിയ ഒന്നായി മാറി. നാട് പല സമൃദ്ധിയുള്ള ഒരു സ്ഥലമായി മാറി. ഒരല്പം ഉപ്പ് കൊണ്ട് ഒരു ദേശത്തെ ഇരുട്ട് ഈ അഭിഷിക്തൻ മാറ്റിക്കഴിഞ്ഞു. ഒരു വലിയ അത്ഭുതം ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഏലീശായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ വന്ന്, വാക്യം ശ്രദ്ധിക്കുന്നു, ഒന്ന് വായിക്കാമോ? 23-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. ബഥേൽ എന്ന സ്ഥലത്തേക്ക് പോയി. മാർഗമധ്യേ, വഴിമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ ചില കുട്ടികൾ അവനെ പരിഹസിച്ചു. എന്നാ വിളിച്ച പരിഹസിച്ചു? ഇത്രേ പറഞ്ഞുള്ളൂ, കഷണ്ടിത്തലയാ, ഓടിക്കോ എന്ന് പറഞ്ഞു. അപ്പോ ഏലിയായിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ച ഈ പ്രവാചകന്റെ തലയിൽ മുടിയൊന്നുമില്ല. മുടിയില്ലാത്തവരെ നമ്മൾ കഷണ്ടി തലയുള്ള ആളെന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ പ്രവാചകനെ, ഈ അഭിഷിക്തനെ കുറച്ച് പിള്ളേര് കൂടി വന്ന് പറഞ്ഞു, എടാ കഷണ്ടിത്തലയാ, കൊണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞു. അവിടെ എഴുതിയിട്ടുണ്ട്, പരിഹസിച്ചു, കളിയാക്കി. വലിയ വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. തലയെ മുടിയില്ലാത്ത കഷണ്ടി തലയാന്ന് മാത്രമേ വിളിച്ചുള്ളൂ. പിന്നെ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ്. 24-ാമത്തെ വാക്യം. അവൻ തിരിഞ്ഞു നോക്കി. ഈ കഷണ്ടി തലയാ എന്ന വിളി കേട്ടിട്ട് ഈ പ്രവാചകൻ തിരിഞ്ഞു നോക്കി. ആരാവോ എന്നെ കളിയാക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കി. അവരെ കണ്ടു. കർത്താവിന്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി വന്ന് 42 ബാലന്മാരെ ചീന്തി കീറി തകർത്ത് കളഞ്ഞു. ഇതൊരു പാഠമാണ്, ഇതൊരു സൂചന വേണം. നമ്മൾ ചിലരെ പരിഹസിക്കുമ്പോൾ നമ്മളെ ചീന്തി കീറുന്ന സാത്താന്യ ശക്തികൾ നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ വരും. പരിഹസിക്കരുത്. ഇവിടെ എന്നാ പരിഹാസമാ? ചെറിയൊരു പരിഹാസമല്ലേ പറഞ്ഞുള്ളൂ. വേണേ ഇങ്ങനെ ചിന്തിക്കത്തില്ലേ? അയാൾ ഒരു പ്രവാചകൻ, അതിന് മാത്രം വല്ല തെറ്റ് ചെയ്തു, കഷണ്ടി തലയാന്നല്ലേ വിളിച്ചുള്ളൂ. നമ്മളൊക്കെ എത്ര വലിയ പരിഹാസ വാക്കുകൾ പറഞ്ഞിരിക്കുന്നു ഇതിനോടകം. എത്രയോ വാട്സപ്പ് മെസ്സേജുകൾ പലർക്കെതിരെയും നമ്മൾ സെൻഡ് ചെയ്തു. എത്രയോ എഴുത്തുകൾ എഴുതി ആരെയൊക്കെ കളിയാക്കി. എത്ര പേരുടെ മുമ്പിലാണ് നമുക്ക് നേരെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ച് തുപ്പി നശിപ്പിച്ചത്. ബൈബിൾ പറയുന്നു, പരിഹസിക്കരുത്, കളിയാക്കരുത്. നിന്റെ ബന്ധനങ്ങൾ കഠിനമായി കൊണ്ടിരിക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ അത് ബാധിക്കും. വിശുദ്ധ ഗ്രന്ഥം അത് പ്രസ്താവിക്കുന്നു. കുറ്റവും കുറവുമില്ലാത്ത ആളുകളില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും 100-ലധികം കുറവുകളുണ്ട്. എല്ലാം തികഞ്ഞ ഒരു വിശുദ്ധനല്ല ഞാൻ. എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു വിശുദ്ധിയുടെ പദവിയിൽ ഉയർത്തപ്പെടാനുള്ള ഒരാളുമല്ല ഞാൻ. നിങ്ങളിൽ ഒരുവനാണ്. എനിക്ക് എൻ്റെതായ കുറവുകളും എൻ്റെതായ പാപങ്ങളും ബലഹീനതകളുമുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ ഒരു പാപിയായ ഒരു മനുഷ്യനാണ്. എന്തിന് പൗലോസ് ശ്ലീഹ പോലും പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. പിന്നെ ഞാൻ എങ്ങനെ ഒരാളെ പരിഹസിക്കും? പരിഹസിക്കരുത്. പരിഹസിച്ചു. കുഞ്ഞൊരു വാക്കേ പറഞ്ഞുള്ളൂ. ഇവിടെ കഷണ്ടി തലയാന്ന് വിളിച്ചതേ ഉള്ളൂ. അത് 42 കുട്ടികളിൽ, കളിയാക്കിയ കുഞ്ഞുങ്ങളിൽ അത് നെഗറ്റീവായി അവരുടെ ഭാവി പോയി. നമ്മളെല്ലാവരോടും, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും പറയും, നമ്മുടെ ഭക്ഷണമേശയിൽ വേറൊരാളെ പരിഹസിക്കാൻ ഇടവരുത്തരുത്. അവർ കേൾക്കുന്നുണ്ടാവില്ല, അവരറിയുന്നുണ്ടാവില്ല. പരിഹസിക്കരുത്. നല്ല കാര്യങ്ങൾ എന്തേറെ പറയാനുണ്ട്. എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. എത്രയോ നല്ല കാര്യങ്ങൾ പറ. നല്ലത് സംഭവിക്കട്ടെ. നല്ലത് പറയുന്നതനുസരിച്ച് നമ്മൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കും. നിന്റെ നാവൊരു അനുഗ്രഹത്തിന് കാരണമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നീ വിശ്വാസത്തിൽ പറയുന്നത് ദൈവം നിനക്ക് തരും. അതൊരു പ്രത്യേകതയാണ്. ഞാൻ വിശ്വാസത്തിൽ പറയും, എനിക്ക് നല്ല ശുശ്രൂഷ ദൈവം തരും. അത് സംഭവിച്ചിരിക്കും. ഞാൻ വിശ്വാസത്തിൽ പറയുന്നു, എൻ്റെ കാര്യങ്ങൾ ദൈവം ക്രമപ്പെടുത്തും. അത് സംഭവിച്ചിരിക്കും. എൻ്റെ നാവ് ഒരു ശക്തിയുള്ള ഒരു ആയുധമാണ്. കൈ കൊണ്ട് വരിഞ്ഞ് കെട്ടുന്നതിനേക്കാൾ ബലമാണ് നാക്കുകൊണ്ട് കെട്ടുന്നത്. നാക്ക് കെട്ടുന്നതല്ല, നാക്കുകൊണ്ട് കെട്ടുന്നത്. പരിഹാസ വാക്കുകൾ കൊണ്ട് അനുഗ്രഹത്തിൻ്റെ ആ വാതിലിനെ അടച്ചു പൂട്ടിക്കളയരുത്. പ്രാർത്ഥിച്ചു നേടിയത് പരിഹസിച്ച് കളയരുത്. പ്രാർത്ഥിച്ചു നേടിയ എത്രയോ നന്മകൾ പരസ്പരം കുറ്റം പറഞ്ഞും പരിഹസിച്ചും നമ്മളിൽ നിന്നത് പോയി.
നഷ്ടപ്പെട്ടു പോയി, നമ്മൾ അറിഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചു നേടിയെടുക്കുന്നത്, ആരാധിച്ചു നേടിയെടുക്കുന്നത് പരിഹസിച്ച് നശിപ്പിച്ചു കളയരുത്. കയ്യിൽ നിന്ന് തട്ടിപ്പോകുന്നത് പോലെ ചില നന്മകൾ നമ്മുടെ കൈ തട്ടിപ്പോയിട്ടുണ്ട്. നമ്മുടെ കൈ തട്ടി, മേശയിലിരിക്കുന്ന ഒരു ഗ്ലാസ് നമ്മുടെ കൈ തട്ടി മറിഞ്ഞു പോയതുപോലെ എത്രയോ നന്മകൾ നമ്മളുടെ കൈ തട്ടി മറിഞ്ഞു പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ചു നേടിയത് പരിഹസിച്ചു കളയരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച്, ഈ ഏലിയായ്ക്ക് ഇത്ര അഭിഷേകം കിട്ടാൻ കാരണം എന്നതാ നോക്കിക്കേ. ഏലിയായിൽ നിന്ന് കിട്ടിയത് ഒരു ഏലിയ ഇട്ട ഒരു വസ്ത്രമാ വന്നു വീണത്. ഇപ്പോൾ നിങ്ങളിൽ വന്നു വീണത് ഒരു വസ്ത്രമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഒരു വസ്ത്രം വന്ന് വീണപ്പോ ആ വസ്ത്രം കൊണ്ട് വെള്ളത്തിൽ അടിച്ചപ്പോൾ അത് രണ്ടായി. വെറും ഒരു വസ്ത്രത്തിന് ഇത്രയും അഭിഷേകത്തെ പകരുവാൻ സാധിച്ചെങ്കിൽ നിങ്ങളിൽ വന്നു വീണത് ഏലിയായിൽ നിന്ന് എലീശായിലേക്ക് വന്നു വീണത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ്, ഒരു മേലങ്കിയാണ് വന്നു വീണത്. അപ്പോൾ തന്നെ ഇത്രയും അഭിഷേകം പകരപ്പെട്ടെങ്കിൽ ഈ കാതുകൊണ്ട് നിങ്ങൾ ഈ മൈക്രോഫോണിന്റെ ഈ ഒരു മൈക്കിന്റെ സിസ്റ്റത്തിന്റെ സംവിധാനത്തോടുകൂടെ നിങ്ങളുടെ ചെവികളിൽ വന്നു വീണ വചനത്തിന് ഒരു വസ്ത്രത്തിന് തുല്യമായ ഒരു തുണിയല്ല വന്നു വീണത്. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് നിങ്ങളിൽ വന്നു വീണത്. അതിന് എത്രയോ അത്ഭുതങ്ങളെ നിങ്ങളിൽ ചെയ്യാൻ സാധിക്കും. ദൈവവചനമാണ് ഞങ്ങളിൽ വീണത്, ദൈവവചനമാണ് നിങ്ങളിലേക്ക് പകരപ്പെട്ടത്. ഏലിയ എലീശായ്ക്ക് കൊടുത്ത പോലെ ഒരു വസ്ത്രമല്ല വന്നു വീണത്, ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇത് വരുമ്പോൾ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ വെളിച്ചം കാണും. അവരുടെ മേൽ ഒരു വെളിച്ചത്തിന്റെ അഭിഷേകം പകരപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്, ഇത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ഈ ഷട്ടർ കഴിഞ്ഞ് ആ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ദയവ് ചെയ്ത് മറക്കരുത്. ഇത് പരിഹസിക്കരുതെന്ന് പറഞ്ഞാൽ അത് എന്നോടും ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും ദൈവം പറഞ്ഞ കാര്യമാണ്. നമുക്ക് ഇച്ചിരി പരിഹാസം കൂടുതലുള്ളവരാണ്. നമ്മളങ്ങനെ അറിഞ്ഞോ അറിയാതെയും പരിഹസിക്കും. ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ പരിഹസിക്കരുത്, അത് വേണ്ട. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകില്ല. പരിഹസിക്കരുത്. ഹല്ലേലൂയ. ഇനി നിങ്ങളോട് ഇത് പറയാൻ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വീകരിക്കുവാണെങ്കിൽ, നിങ്ങൾ 25% ഇത് സ്വീകരിക്കുവാണെങ്കിൽ നിങ്ങളൊരു അനുഗ്രഹ കാരണമാവും. ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ബൈബിളിൽ. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. ഞാനത് വായിക്കുന്നില്ല, പക്ഷെ ആ വാക്യത്തിൻ്റെ പ്രസക്ത ഭാഗം ഒന്ന് പറയുകയാണ്. യാക്കോബും ലാബാനും തമ്മിലുള്ള ബന്ധമാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു വാക്യം വായിക്കാനാണ്, 27-ാമത്തെ വാക്യം. മറക്കരുത്, 2 പേര്, യാക്കോബും ലാബാനും. യാക്കോബ് ലാബാൻ. അപ്പൊ ലാബാനും പറയുവാണ്, യാക്കോബിനോട് പറയുവാണ്, യാക്കോബ് ലാബാനോടല്ല, ലാബാൻ യാക്കോബിനോട് പറയുകയാണ്, നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചതെന്ന്, നീ കാരണമാ ഞാൻ ഇത്രയും രക്ഷപ്പെടാൻ കാരണം, നീ പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ മുതലാളിക്ക് എന്ത് മനസ്സിലായി? ഞാൻ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ കാരണം ഈ മനുഷ്യനാണ്, ഇവൻ കാരണമാ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ ഇടവരും. നിങ്ങളുടെ മക്കൾ നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രായമൊക്കെ ആയി കഴിയുമ്പം മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയണ ഒരു ഭാഗ്യമുള്ളൊരു വാക്ക്, എൻ്റെ അപ്പനും അമ്മയും കാരണമാണ് മക്കളെന്ന നിലയിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. അവർ നമ്മളോട് പറയരുത്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ നശിച്ചത്, നിങ്ങൾ കാരണമാണ് എനിക്ക് വീടില്ലാത്തത്, നിങ്ങൾ കാരണമാണ് എൻ്റെ കുടുംബജീവിതം തകർന്നത് എന്നല്ല കേൾക്കേണ്ടത്. ലാബാൻ പറഞ്ഞ പോലെ നീ പോകരുത്, നീ നിമിത്തമാണ് സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ചത്. നിങ്ങളുടെ മക്കൾ, നാട്ടുകാരൊന്നും പറഞ്ഞില്ലേലും, നിങ്ങളുടെ പെൺമകളും നിങ്ങളുടെ ആൺകുട്ടിയും മക്കളൊക്കെ വലുതാവുമ്പോൾ പറയണം, എൻ്റെ അമ്മ കാരണമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, എൻ്റെ അപ്പച്ചൻ കാരണമാണ്. അങ്ങനെ അനുഗ്രഹം വരുന്നൊരു ജീവിതം നമുക്ക് ജീവിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തി ലാബാൻ പറഞ്ഞ പോലെ
പോകരുത്, നീ കാരണമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. ഒന്ന് കണ്ണുകളെ അടച്ച്, അന്ധകാരത്തിൽ കഴിയുന്ന നിങ്ങൾക്ക് ഒരു വെളിച്ചം കാണാൻ കഴിയണം. ഒരു വെളിച്ചം ഉണ്ടാകും, ആ ഇരുട്ട് മാറും, ആ പ്രതിസന്ധി മാറും. നോക്കൂ, ഏലിയായിൽ നിന്ന് കിട്ടിയ അഭിഷേകം സ്വീകരിച്ച ഏലീശ ഒരു നാട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് അഭിഷേകമൊക്കെ ഉണ്ടല്ലോ, ഈ നാട് കൊള്ളാം, പക്ഷെ ഇവിടുത്തെ വെള്ളവും ഭൂമിയും കൊള്ളത്തില്ല. ഇത് രണ്ടും, ഭൂമി ഫലശൂന്യവും വെള്ളം കുടിക്കാൻ കൊള്ളാത്തതുമാണ്. പ്രവാചകൻ പറഞ്ഞു, കുറച്ചുപ്പ് കൊണ്ടുവരിക. ആ പൂപ്പൊരു പാത്രത്തിലിട്ടു. അതിനുശേഷം ഉറവയിൽ കൊണ്ടുപോയിട്ടിട്ട് കർത്താവിന്റെ നാമത്തിൽ ആ വെള്ളത്തെ വിശുദ്ധീകരിച്ചു. ഇന്നും ആ വെള്ളം വിശുദ്ധമാണ്. ആ നാട്ടിൽ അസ്വസ്ഥതയായി നിന്നിരുന്ന സാഹചര്യത്തെ ഒരു പിടി ഉപ്പ് കൊണ്ട് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ, ഒരു പിടി ഉപ്പ് കൊണ്ടൊരു വലിയ ഇരുട്ടിനെ മാറ്റാൻ കഴിഞ്ഞെങ്കിൽ, ഒരു പിടി ഉപ്പ് കൊണ്ടൊരു വലിയ ഭാരം മാറ്റാൻ കഴിഞ്ഞെങ്കിൽ, നിങ്ങൾ കേട്ട ഈ വചനം കൊണ്ട്, ഈ അഭിഷേകം കൊണ്ട് നിങ്ങളുടെ ഭവനത്തെ മാറ്റാൻ, നിങ്ങളുടെ പ്രതിസന്ധിയെ മാറ്റാൻ, നിങ്ങളുടെ ഉത്കണ്ഠയെ മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധ്യമാണ്. രണ്ട് കരങ്ങളും നമുക്കൊരു പരമാവധി ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഏലീശ എന്ന വ്യക്തി ഒരു പിടി ഉപ്പിട്ടപ്പോൾ ഇത്രയും സംഭവിച്ചെങ്കിൽ, നിങ്ങൾ കേട്ട ഈ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിന് എത്ര വലിയ കാര്യങ്ങൾ, എത്ര വലിയ കാര്യങ്ങൾ, എത്ര വലിയ അത്ഭുതങ്ങൾ, എത്ര വലിയ സൗഖ്യങ്ങൾ, എത്ര വലിയ വിടുതലുകൾ നിങ്ങളിലേക്ക് തരാൻ പറ്റും. ഒന്ന് സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി പകരട്ടെ, ദൈവകൃപ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അനുഗ്രഹിക്കണമേ, ആരെയും പരിഹസിക്കരുത്. ഒരു അത്ഭുത വിടുതൽ ആ മേഖലകളിൽ ഞങ്ങൾക്ക് തരണം. ദൈവത്തിന്റെ കൃപ ഇറങ്ങുവാൻ, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ, ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുവാൻ ഇടവരുത്തണമേ, ഇടവരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നിയോഗ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നിയോഗ ഗാനം ചേർന്ന് പാടി ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. വചനത്തോട് ചേർത്ത് വച്ച്, വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങളെല്ലാം സകല വിശുദ്ധരുമേ സാധ്യമാക്കണമേ, സാധ്യമാക്കിയിടണമേ. വചനത്തോട് ചേർത്ത് വെച്ച് പാടാമോ? വചനത്താൽ ചേർത്തു വച്ച
ഈ നിയോഗമെല്ലാം ഈ നിയോഗങ്ങളായി സകല വിശുദ്ധരുമേ സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടണേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. വെഞ്ചരിച്ച തിരി അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകി പ്രാർത്ഥനകളുടെ കൈകളിൽ എടുക്കാം. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് 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 സാധിച്ചു തരണമേ. 3 നിയോഗത്തെ ഞാൻ മനുഷ്യന്മാരുടെ കയ്യിലല്ല, സർവശക്തനായ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഞാൻ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവുക. എനിക്ക് വരും ദിവസങ്ങളിൽ ഈ അടയാളം കാണണം. ഈ അനുഗ്രഹ ആലയത്തിൽ വന്നിട്ട് എനിക്ക് അനുഗ്രഹത്തോടെ ഒരു സാക്ഷ്യം പറയാൻ പറ്റണം. നിങ്ങൾ അനേകരോട് വിളിച്ചു പറയണം നിയോഗ പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയിലേക്ക് നോക്കി എല്ലാവരും അധരം തുറന്ന് യേശുവേ എന്ന് മാത്രം വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ, ആരോഗ്യ പീഡകൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ.